നമസ്കാരം. NCTV വാർത്തകളുമായി ഞാൻ സെബി ജോർജ് തെക്കുടൻ. ആദ്യം പ്രധാന വാർത്തകൾ. വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വരാക്കര സ്വദേശി മരിച്ചു. LDF സർക്കാരിന്റേത് ദുർഭരണമെന്നാരോപിച്ച് കോൺഗ്രസ് പ്രവർത്തകർ നെന്മണിക്കര വില്ലേജ് ഓഫീസിന് മുൻപിൽ ജനകീയ സമരം സംഘടിപ്പിച്ചു. ആളൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കുപ്രസിദ്ധ ഗുണ്ടയെ കാപ്പ ചുമത്തി തടങ്കലിലാക്കി. പോരുംകുന്ന് സ്വദേശിയായ തറയിൽ മനുവിനെയാണ് കാപ്പ ചുമത്തിയത്. ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നത് തടഞ്ഞതിന് യുവാവിനെ ഗുരുതരമായി പരിക്കേൽപ്പിച്ച സംഭവത്തിൽ ആളൂർ സ്വദേശി അറസ്റ്റിൽ. സംസ്ഥാനത്ത് സ്വർണ്ണവില ചരിത്രത്തിലെ ഏറ്റവും വലിയ വിലയിൽ പവന് 64,560 രൂപയായി. വരന്തരപ്പള്ളി CJM AHS സ്കൂളിൽ നടന്ന സയൻസ് എക്സ്പോ ശ്രദ്ധേയമായി. കനകമല കലേടം ശ്രീ മഹാദേവ വിഷ്ണു ക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവം 26-ന് ആഘോഷിക്കുമെന്ന് ക്ഷേത്ര ഭാരവാഹികൾ കൊടകരയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വാർത്തകൾ വിശദമായി. വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വരാക്കര സ്വദേശി മരിച്ചു. വരാക്കര പള്ളിക്കുന്ന് കുന്നൽ ലോനപ്പനാണ് മരിച്ചത്. 66 വയസ്സായിരുന്നു. ഫെബ്രുവരി 2-ന് പള്ളിക്കുന്ന് വെച്ച് ഓട്ടമറിഞ്ഞുണ്ടായ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്നു. വ്യാഴാഴ്ച രാവിലെ 11 മണിയോടെയായിരുന്നു മരണം. ലോനപ്പന്റെ സംസ്കാരം വെള്ളിയാഴ്ച ഉച്ചതിരിഞ്ഞ് വരന്തരപ്പള്ളി പള്ളിക്കുന്ന് അസംഷൻ പള്ളിയിൽ. ആലീസാണ് ഭാര്യ. ഫാദർ ലിജോ, ലിൻസി, ലിൻസൺ എന്നിവർ മക്കളും ജോഷി, ഫെമില എന്നിവർ മരുമക്കളുമാണ്. പാലിയക്കരയിൽ KSRTC ബസ്സിടിച്ച് കാൽനടക്കാരന് പരിക്കേറ്റു. തമിഴ്നാട് സ്വദേശി 48 വയസ്സുള്ള ഗോരയ്ക്കാണ് പരിക്കേറ്റത്. വ്യാഴാഴ്ച രാവിലെ 6 മണിയോടെ പാലിയക്കര മേൽപ്പാലത്തിന് സമീപമായിരുന്നു സംഭവം. തൃശൂർ ഭാഗത്തു നിന്നും എറണാകുളത്തേക്ക് പോവുകയായിരുന്ന ഫാസ്റ്റ് പാസഞ്ചർ ബസ് റോഡ് മുറിച്ചു കടക്കുകയായിരുന്ന തമിഴ്നാട് സ്വദേശിയെ ഇടിക്കുകയായിരുന്നു. പരിക്കേറ്റയാളെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. LDF സർക്കാരിന്റേത് ദുർഭരണമെന്നാരോപിച്ച് കോൺഗ്രസ് നെന്മണിക്കര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നെന്മണിക്കര വില്ലേജ് ഓഫീസിന് മുൻപിൽ ജനകീയ സമരം സംഘടിപ്പിച്ചു. DCC ജനറൽ സെക്രട്ടറി കല്ലൂർ ബാബു ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ഔസേപ്പ് വയലക്കാട്ട് അധ്യക്ഷത വഹിച്ചു. KS കൃഷ്ണൻകുട്ടി, KV പുഷ്പാകരൻ, TC ജോസ് ജേക്കബ്, കിഴക്കോടൻ അശോകൻ എന്നിവർ പ്രസംഗിച്ചു. കൊലപ്പെടുത്തുമെന്നുള്ള ഒരു ഭീകര അന്തരീക്ഷം, ഒരു ഭീകരമായ ഒരു ഭരണമാണ് ഇന്ന് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ തരത്തിലും പരാജയപ്പെട്ട സർക്കാർ സഖാക്കൾ മാത്രം കയ്യൂക്കിന്റെ കാര്യത്തിൽ അല്ലെങ്കിൽ കയ്യൂക്കിന്റെ ബലത്തിൽ ജനങ്ങളെ കൊള്ളയടിക്കുകയും. ആളൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കുപ്രസിദ്ധ ഗുണ്ടയെ കാപ്പ ചുമത്തി തടങ്കലിലാക്കി. പൊരുന്നംകുന്ന് സ്വദേശിയായ തറയിൽ വീട്ടിൽ 29 വയസ്സുള്ള മനുവിനെയാണ് കാപ്പ ചുമത്തിയത്. കൊടകര പോലീസ് സ്റ്റേഷൻ പരിധിയിൽ 2022-ൽ ഒരു അടിപിടി കേസും, ആളൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഒരു വധശ്രമ കേസും, ഒരു സ്കൂട്ടർ തീവച്ച് നശിപ്പിച്ച കേസും, 2024 വർഷത്തിൽ മറ്റൊരു വധശ്രമ കേസും, ചാലക്കുടി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ 2024 വർഷത്തിൽ അടിപിടി കേസടക്കം 5ഓളം ക്രിമിനൽ കേസിലെ പ്രതിയാണ്. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B. കൃഷ്ണകുമാർ നൽകിയ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യനാണ് മനുവിനെ 6 മാസത്തേക്ക് കാപ്പ ചുമത്തി ഉത്തരവ് പുറപ്പെടുവിച്ചത്. ആളൂർ പോലീസ് ഇൻസ്പെക്ടർ KM ബിനീഷ്, സബ് ഇൻസ്പെക്ടർ ഗിരീഷ്, സിവിൽ പോലീസ് ഓഫീസർമാരായ ലിജോ, അനിൽകുമാർ, സുജീഷ് മോൻ, അനീഷ് എന്നിവർ കാപ്പ ചുമത്തുന്നതിലും പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നതിലും നേതൃത്വം നൽകി. ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നത് തടഞ്ഞതിന് യുവാവിനെ ഗുരുതരമായി പരിക്കേൽപ്പിച്ച സംഭവത്തിൽ ആളൂർ സ്വദേശി അറസ്റ്റിൽ. ആളൂർ വെള്ളാഞ്ചിറ ഇല്ലത്തുപറമ്പിൽ വീട്ടിൽ 18 വയസ്സുള്ള മുഹമ്മദ് ഷഹീനാണ് അറസ്റ്റിലായത്. പുന്നേലിപ്പടിയിൽ വെച്ച് കയ്പമംഗലം സ്വദേശിയായ ജുബിനെ ഗുരുതരമായി പരിക്കേൽപ്പിച്ച സംഭവത്തിലാണ് യുവാവിനെ അറസ്റ്റ് ചെയ്തത്. ഇക്കഴിഞ്ഞ ഫെബ്രുവരി 18-ന് ജുബിൻ ജീവനക്കാരനായുള്ള പുന്നേലിപ്പിടിയിലുള്ള കാറ്ററിംഗ് യൂണിറ്റിലേക്ക് 5 പേർ അതിക്രമിച്ചു കടന്ന് ഇരുമ്പുവടി കൊണ്ട് അടിച്ചു പരിക്കേൽപ്പിക്കുകയായിരുന്നു. കാറ്ററിംഗ് ജോലിക്ക് വരുമ്പോൾ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത് എന്ന് ജുബിൻ പറഞ്ഞതിലുള്ള വിരോധത്താലാണ് ഇവർ ജുബിനെ ഗുരുതരമായി പരിക്കേൽപ്പിച്ചതെന്ന് പോലീസ് പറഞ്ഞു. സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ ഷഗിനെ ആളൂരിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തത്. ആളൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ KM ബിനീഷ്, സബ് ഇൻസ്പെക്ടർ രാധാകൃഷ്ണൻ, സ്പെഷ്യൽ ബ്രാഞ്ച് സബ് ഇൻസ്പെക്ടർ TR ബാബു, സിവിൽ പോലീസ് ഓഫീസർമാരായ അനീഷ്, ആഷിഖ് എന്നിവർ അടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത്.
വരന്തരപ്പള്ളി CJM AHS സ്കൂളിൽ നടന്ന സയൻസ് എക്സ്പോ ശ്രദ്ധേയമായി. പഠനോത്സവത്തോടനുബന്ധിച്ച് വിദ്യാർത്ഥികൾ ആർജിച്ചെടുത്ത കഴിവുകളുടെ പ്രദർശനത്തിനായിരുന്നു വരന്തരപ്പള്ളി CJMA HSS വേദിയായത്. സ്കൂളിലെ ലിറ്റിൽ കൈറ്റ്സ്, മോഡൽ ടിങ്കറിംഗ് ലാബ്, സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ്, JRC എന്നിവരുടെ നേതൃത്വത്തിലാണ് എക്സിബിഷൻ നടന്നത്. അഡൽ ടിങ്കറിംഗ് ലാബിന്റെ പരിശീലനത്തിലൂടെ വിദ്യാർത്ഥികൾ തയ്യാറാക്കിയിട്ടുള്ള വിമാനം വിദ്യാലയത്തിന്റെ അങ്കണത്തിലൂടെ പാറിപ്പറന്നു. കുട്ടികൾക്ക് കൂടുതൽ അറിവ് നൽകുന്നതിനായി ത്യാഗരാജ പോളിടെക്നിക്, സഹൃദ എഞ്ചിനീയറിംഗ് കോളേജ്, ക്രൈസ്റ്റ് എഞ്ചിനീയറിംഗ് കോളേജ്, ICCS എഞ്ചിനീയറിംഗ് കോളേജ് എന്നിവരുടെ നേതൃത്വത്തിൽ കൂടുതൽ മികവാർന്ന സാങ്കേതിക വിദ്യയുടെയും പ്രദർശനം വിദ്യാലയത്തിൽ സംഘടിപ്പിച്ചു. റിമോട്ട് കൺട്രോളിൽ പ്രവർത്തിക്കുന്ന ചെറുവിമാനം, ഡ്രോൺ, കാർ തുടങ്ങി നിരവധി വിസ്മയ കാഴ്ചകളും ഒരുക്കിയിരിക്കുന്നു. മറ്റ് സ്കൂളുകളിലെ വിദ്യാർത്ഥികളും കൗതുക കാഴ്ച കാണുവാൻ എത്തിയിരുന്നു. സയൻസ് എക്സ്പോയുടെ ഉദ്ഘാടനം സ്കൂൾ മാനേജർ ഫാദർ ജോർജ് എടക്കളത്തൂർ നിർവഹിച്ചു. PTA പ്രസിഡന്റ് PC ജോസ് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗം ജോൺ തുലാപ്പറമ്പിൽ മുഖ്യ അതിഥിയായി. പ്രധാന അധ്യാപകൻ ജോവൽ V ജോസഫ്, കൺവീനർ നിമാൽ K ബെന്നി, MPTA പ്രസിഡന്റ് ജിൻസി ബിജു, ഫാദർ ജാക്സൺ തെക്കേക്കര, അജോ ജോസഫ് എന്നിവർ നേതൃത്വം നൽകി. പഠനോത്സവം നിങ്ങളുടെ സ്കൂളുകളിലും പഠനോത്സവം നടക്കുന്നുണ്ടാവും. അപ്പൊ നമ്മുടെ പഠനോത്സവം ഇങ്ങനെ ഒരു സയൻസ് എക്സിബിഷനാക്കി മാറ്റിയിരിക്കുകയാണ്. അപ്പൊ നമുക്ക് നേരിട്ട് കാണാൻ പറ്റാത്ത പല കാര്യങ്ങളും നമുക്ക് ഇന്ന് ഈ ഒരു ദിവസം ഇപ്പൊ നമ്മുടെ മുന്നില് അരങ്ങേറാനായിട്ട് പോവുകയാണ്. ഡ്രോണോടെ നമ്മൾ ഫ്ലൈ ചെയ്യുന്നുണ്ട്. പിന്നെ ഒത്തിരി കഷ്ടപ്പെട്ട് ഫ്ലൈ ചെയ്യാൻ പഠിച്ചൊരു എയർക്രാഫ്റ്റ് ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്, എയറോപ്ലെയിൻ. എത്ര പേർക്ക് എയറോപ്ലെയിൻ ഇഷ്ടമുണ്ട്? ഇവിടെ ഒത്തിരി പേർക്കുണ്ടല്ലേ. നന്ദിപുലം മാഞ്ഞൂർ BBLP സ്കൂളിന്റെ ടോയ്ലറ്റ് ബ്ലോക്കിന്റെ നിർമ്മാണോദ്ഘാടനം KK രാമേന്ദ്രൻ MLA നിർവഹിച്ചു. വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കലാപ്രിയ സുരേഷ് അധ്യക്ഷത വഹിച്ചു. ആരോഗ്യകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ റോസ്ലി തോമസ്, പഞ്ചായത്ത് അംഗങ്ങളായ രാധിക സുരേഷ്, ശ്രുതി രാഗേഷ്, BB അരുൺ, മാനേജർ VR ഷാജി, പ്രധാനാധ്യാപിക ഷീല, PTA പ്രസിഡന്റ് സദാനന്ദൻ, സ്കൂൾ വികസന സമിതി അംഗം A ഉണ്ണികൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു. MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 5 ലക്ഷം രൂപയാണ് സ്കൂളിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി അനുവദിച്ചിരുന്നത്. കഴിയുള്ളൂ. ആ ഒരു സാഹചര്യം വന്നതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ മീറ്റിംഗ് നിയോജകമണ്ഡല അടിസ്ഥാനത്തിലെടുത്തു. മണ്ഡലത്തിലെ എല്ലാ സർക്കാർ സ്കൂളുകളുടെയും ആദ്യ റൗണ്ട് മീറ്റിംഗ് അവരോട് ചോദിക്കുകയായിരുന്നു, നിങ്ങളുടെ സ്കൂളിൽ ഇനി എന്താണ് ചെയ്തു തീർക്കാനുള്ളത്? 2-3 ഐറ്റംസ് ഉണ്ടെങ്കിൽ ഏതിനാണ് മുൻഗണന നൽകേണ്ടത് നിങ്ങൾ തീരുമാനിച്ചു തരാൻ പറഞ്ഞു. അത് ലിസ്റ്റ് ചെയ്ത് അതിൽ ഗ്രാമപഞ്ചായത്തിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. LP സ്കൂളൊക്കെ ഗ്രാമപഞ്ചായത്തിന്റെ ഭാഗമായിട്ടുള്ള കനകമല കലയടം ശ്രീ മഹാദേവ വിഷ്ണു ക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവം 26-ന് ആഘോഷിക്കുമെന്ന് ക്ഷേത്ര ഭാരവാഹികൾ കൊടകരയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മഹോത്സവത്തോടനുബന്ധിച്ച് 23-ന് വൈകുന്നേരം 6-ന് മേച്ചിറ, മിനിനഗർ, കനകമല എന്നീ ദേശങ്ങളിൽ നിന്ന് തണ്ടിക വരവ് ഉണ്ടാകും. 25-ന് രാവിലെ നിർമ്മാല്യ ദർശനം, ഗണപതി ഹോമം, ഉഷപൂജ, ശ്രീ രുദ്രംധാര. വൈകിട്ട് 7-ന് ചുറ്റുവിളക്ക്, നിറമാല, ദീപാരാധന, പ്രസാദശുദ്ധി, തിരുവാതിരക്കളി, കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ എന്നിവ നടക്കും. ശിവരാത്രി ദിവസമായ ബുധനാഴ്ച രാവിലെ 5-ന് നിർമ്മാല്യ ദർശനം, ഗണപതി ഹോമം, ഉഷപൂജ, രുദ്രാഭിഷേകം, പഞ്ചവിംശതി, കലശാഭിഷേകം, ശിവപുരാണ പാരായണം, ഉച്ചപൂജ എന്നിവ ഉണ്ടായിരിക്കും. തുടർന്ന് രാവിലെ 9 മണിക്ക് നടക്കുന്ന ശിവേലിയിൽ പാറമേക്കാവ് അയ്യപ്പൻ തിടമേറ്റും. കൊടകര ഉണ്ണി മേളത്തിന് നേതൃത്വം നൽകും. ഉച്ചകഴിഞ്ഞ് കാഴ്ച ശിവേലി, ദീപാരാധന, ചുറ്റുവിളക്ക്, നിറമാല, സഹസ്രനാമാർച്ചന, ചന്ദനം ചാർത്ത്, അത്താഴപൂജ, താലിവരവ് എന്നിവയും ഉണ്ടാകും. രാത്രി 12 മുതൽ പിതൃബലിതർപ്പണത്തിനുള്ള സൗകര്യവും ഉണ്ടായിരിക്കുമെന്ന് ക്ഷേത്രം ഭാരവാഹികളായ മോഹനൻ കുണ്ടോളി, നാരായണൻ തയ്യിൽ, ജയൻ പണ്ടാരപ്പറമ്പിൽ എന്നിവർ അറിയിച്ചു. കലയടം ശ്രീ മഹാദേവ വിഷ്ണു ക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവം ഇക്കൊല്ലവും ക്ഷേത്രം തന്ത്രി ഡോക്ടർ TS വിജയൻ കാരമാത്ര അവരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ അതിഗംഭീരമായി തന്നെ ആഘോഷിക്കുകയാണ്. കുംഭം 8 ഫെബ്രുവരി 20 വ്യാഴാഴ്ച 9:30-ന് കൊടിയേറ്റം. തുടർന്നുള്ള ദിവസങ്ങളിൽ വിശേഷാൽ പൂജകള്. തുടർന്ന് ഫെബ്രുവരി 23 ഞായറാഴ്ച കുംഭം 11 മേച്ചിറ, കനകമല, മിനിനഗർ ദേശങ്ങളിൽ നിന്നുള്ള തണ്ടിക വരവ് ഉണ്ടായിരിക്കുന്നതാണ്.
കേരള കാശി എന്നറിയപ്പെടുന്ന മട്ടത്തൂർ ഒമ്പതുങ്ങൽ സുബ്രഹ്മണ്യം സമാജം ശ്രീ കൈലാസ ശിവക്ഷേത്രത്തിൽ മഹാശിവരാത്രി ആഘോഷവും സമൂഹാഭിഷേകവും ഫെബ്രുവരി 26 ബുധനാഴ്ച നടക്കും. ശിവരാത്രി ദിവസം വ്രതമെടുത്തു വരുന്ന ഭക്തജനങ്ങൾക്ക് കൈലാസനാഥന്റെ ശ്രീകോവിലിനകത്ത് പ്രവേശിച്ച് അഭിഷേകവും അർച്ചനയും നടത്താവുന്നതാണ്. രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 12:30 വരെയാണ് സമൂഹാഭിഷേകം. രാവിലെ 5 മുതൽ ചടങ്ങുകൾ ആരംഭിക്കും. മഹാഗണപതി ഹോമം, മഹാമൃത്യുഞ്ജയ ഹോമം, ഉഷപൂജ, അലങ്കാര പൂജ, ഉച്ചപൂജ, ദീപാരാധന, ചതുർയാമ പൂജകൾ എന്നിവ നടക്കും. കല്ലൂർ നായരങ്ങാടി മന്നം സ്മാരക വായനശാല കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനം ഞായറാഴ്ച വൈകുന്നേരം 4-ന് KK രാമേന്ദ്രൻ MLA നിർവഹിക്കും. വായനശാല പ്രസിഡന്റ് വർഗീസ് രായപ്പൻ അധ്യക്ഷത വഹിക്കും. തൃക്കൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് മുഖ്യ അതിഥിയായിരിക്കും. സംസ്ഥാനത്ത് സ്വർണ്ണവില ചരിത്രത്തിലെ ഏറ്റവും വലിയ വിലയിൽ. പവന് 250 രൂപ ഉയർന്ന് 64,560 രൂപയും ഗ്രാമിന് 35 രൂപ കൂടി 8,070 രൂപയുമായി. ഈ മാസം 11-ന് രേഖപ്പെടുത്തിയ പവന് 64,450 രൂപയും ഗ്രാമിന് 8,035 രൂപയും എന്ന റെക്കോർഡ് തകർന്നു. കഴിഞ്ഞ ആഴ്ച രണ്ടാഴ്ചക്കിടെ മാത്രം പവന് 2,920 രൂപയും ഗ്രാമിന് 365 രൂപയും കൂടിയിരുന്നു. വെള്ളിയുടെ വിലയും ഉയർന്നിട്ടുണ്ട്. 1 ഗ്രാം സാധാരണ വെള്ളിയുടെ വില 108 രൂപയാണ്. വസ്ത്ര ഫാഷൻ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കുവാൻ ഫ്രാൻസ് ബോട്ടിക് വെള്ളിയാഴ്ച പുതുക്കാട് പ്രവർത്തനം ആരംഭിക്കും. രാവിലെ 9-ന് നടക്കുന്ന ചടങ്ങിൽ കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. പുതുക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ് അധ്യക്ഷനാകും. പുതുക്കാട് ഫൊറോന വികാരി ഫാദർ പോൾ തേക്കാനത്ത് ആശീർവാദ കർമ്മം നിർവഹിക്കും. പഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ സെബി കൊടിയൻ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി പുതുക്കാട് മേഖലാ പ്രസിഡന്റ് NR ജോഷി എന്നിവർ സന്നിഹിതരാകും. പുതുക്കാട് സെന്റ് ആന്റണീസ് പള്ളിക്ക് സമീപം സാൻജോ ബിൽഡിംഗിലാണ് സ്ഥാപനം ആരംഭിക്കുന്നത്. ധാരാളം ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു പച്ചക്കറിയാണ് വെള്ളരിക്ക. ഫൈബർ, വിറ്റാമിൻ K, വിറ്റാമിൻ C, മാഗ്നീഷ്യം, കാൽസ്യം, ഇരുമ്പ്, ഫോസ്ഫറസ്, സിങ്ക് തുടങ്ങിയ ധാരാളം പോഷകങ്ങൾ വെള്ളരിക്കയിൽ അടങ്ങിയിട്ടുണ്ട്. റിപ്പോർട്ട് കാണാം. കുറഞ്ഞ കലോറിയുള്ള പച്ചക്കറിയായ വെള്ളരിക്ക ശരീരഭാരം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഡയറ്റിൽ ധാരാളമായി ഉൾപ്പെടുത്താം. വിശപ്പും ദാഹവും എല്ലാം പെട്ടെന്ന് മാറാൻ വെള്ളരിക്ക സഹായിക്കും. വേനൽക്കാലത്ത് കഴിക്കാൻ പറ്റിയ ഒരു പച്ചക്കറിയാണ് വെള്ളരിക്ക. ഈ സമയത്തെ ആരോഗ്യത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ജലാംശം അടങ്ങിയിരിക്കുന്ന ഭക്ഷണങ്ങൾ. അത് വെള്ളരിക്കയിലുണ്ട്. വെള്ളരിക്കയിൽ 95% വെള്ളമാണ്. ശരീരത്തിൽ ജലാംശം നിലനിർത്താൻ ഇത് സഹായിക്കും. വിശപ്പും ദാഹവും എല്ലാം പെട്ടെന്ന് മാറാൻ വെള്ളരിക്ക ജ്യൂസ് കഴിക്കുന്നത് ആരോഗ്യത്തിന് ഏറെ നല്ലതാണ്. നാരുകൾ അഥവാ ഫൈബറിന്റെ നല്ല ഉറവിടമാണ് വെള്ളരിക്ക. ഇതിലെ ഉയർന്ന ജലത്തിന്റെ അളവ് ദഹനക്രമത്തിന് ഒരു മികച്ച സഹായമാണ്. വെള്ളരിക്കയിൽ അടങ്ങിയിട്ടുള്ള നാരുകൾ ഭക്ഷണം ദഹനനാളത്തിലൂടെ വേഗത്തിൽ കടന്നുപോകാൻ അനുവദിക്കുന്നു. ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ, നെഞ്ചരിച്ചിൽ, അസിഡിറ്റി, അൾസർ, മലബന്ധം എന്നിവ ഒഴിവാക്കാൻ വെള്ളരിക്ക അടങ്ങിയ ലഘുഭക്ഷണങ്ങൾ ധാരാളം കഴിക്കുന്നത് ഏറെ നല്ലതാണ്. വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഡയറ്റിൽ ഉൾപ്പെടുത്താവുന്ന ഒന്നാണ് വെള്ളരിക്ക. കലോറി വളരെ കുറഞ്ഞ ഫൈബർ ധാരാളം അടങ്ങിയ വെള്ളരിക്ക വിശപ്പിനെ നിയന്ത്രിക്കാൻ സഹായിക്കും. അതുവഴി ശരീരഭാരം കുറയ്ക്കാൻ കഴിയും. ഫൈബർ, പൊട്ടാസ്യം, മഗ്നീഷ്യം, മറ്റ് ആന്റി ഓക്സിഡന്റുകൾ എന്നിവ അടങ്ങിയ വെള്ളരിക്ക രക്തസമ്മർദ്ദം കുറയ്ക്കാനും സഹായിക്കും. കൂടാതെ ഇവ ഹൃദയത്തിന്റെ ആരോഗ്യത്തിനും നല്ലതാണ്. പ്രമേഹ രോഗികൾക്കും കഴിക്കാവുന്ന ഒരു പച്ചക്കറിയാണ് വെള്ളരിക്ക. ഫൈബർ അടങ്ങിയ ഇവ രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ നിയന്ത്രിക്കാൻ സഹായിക്കുന്നു. വെള്ളരിക്ക ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് ചർമ്മത്തിന്റെ ആരോഗ്യത്തിനും നല്ലതാണ്. പൊട്ടാസ്യം, വിറ്റാമിൻ E എന്നിവയുടെ കലവറയായ വെള്ളരിക്ക ചർമ്മത്തിന് അത്ഭുതകരമായ ഗുണങ്ങൾ നൽകും. അതിനായി ദിവസവും വെള്ളരിക്ക ജ്യൂസായോ അല്ലാതെയോ കഴിക്കാവുന്നതാണ്. കാലാവസ്ഥ. കൂടിയ താപനില 33 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ്. നന്ദിപുരം വരന്തരപ്പള്ളി റോഡിൽ നിർമ്മാണ പ്രവർത്തികൾ നടക്കുന്നതിനാൽ ശനിയാഴ്ച മുതൽ പണി പൂർത്തീകരിക്കുന്നതുവരെ ഈ റോഡിൽ വാഹന ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചിരിക്കുന്നതായി അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു. വരന്തരപ്പള്ളിയിലേക്ക് പോകുന്ന വാഹനങ്ങൾ തോട്ടുമുഖത്ത് നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് പടിഞ്ഞാട്ടുമുറി വഴി നാലുകെട്ടൂർ ഭാഗത്തുകൂടി വരന്തരപ്പള്ളിയിലേക്ക് എത്തിച്ചേരേണ്ടതാണെന്ന് അധികൃതർ അറിയിച്ചു. സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 8,070 രൂപയും പവന് 64,560 രൂപയും രേഖപ്പെടുത്തി. വളഞ്ഞുപാടം കടലാശ്ശേരി അയ്യപ്പൻ അന്തരിച്ചു. 73 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി.
അമ്മിണിയാണ് ഭാര്യ. വേലുപ്പാടം തരകൻ കുരിശ്ശേരി ആന്റണി അന്തരിച്ചു. 78 വയസ്സായിരുന്നു. സംസ്കാരം വെള്ളിയാഴ്ച ഉച്ചതിരിഞ്ഞ് 3-ന് വേലുപ്പാടം സെന്റ് ജോസഫ് തീർത്ഥാടന കേന്ദ്രത്തിൽ. ഫിലോമിനയാണ് ഭാര്യ. ഫിൽജ, ബെസന്റ് എന്നിവർ മക്കളും ജോബി മരുമകനുമാണ്. ഫാദർ പോൾ പൂവത്തെങ്കലിന്റെ അമ്മ വിയൂർ റോസ ബസാറിൽ ആലപ്പാട്ട് പൂവത്തെങ്കൽ മേരി അന്തരിച്ചു. 94 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പൈലോതാണ് ഭർത്താവ്. മറ്റു മക്കൾ ഡേവിസ്, ആലിസ്, പരേതനായ സണ്ണി, മരുമക്കൾ സ്റ്റെല്ല, കൊച്ചു ത്രേസ്യ, സൈമൺ. പ്രധാന വാർത്തകൾ വീണ്ടും. വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വരാക്കര സ്വദേശി മരിച്ചു. LDF സർക്കാരിന്റേത് ദുർഭരണമെന്നാരോപിച്ച് കോൺഗ്രസ് പ്രവർത്തകർ നെന്മണിക്കര വില്ലേജ് ഓഫീസിന് മുൻപിൽ ജനകീയ സമരം സംഘടിപ്പിച്ചു. ആളൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കുപ്രസിദ്ധ ഗുണ്ടയെ കാപ്പ ചുമത്തി തടങ്കലിലാക്കി. പോരുംകുന്ന് സ്വദേശിയായ തറയിൽ മനുവിനെയാണ് കാപ്പ ചുമത്തിയത്. ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നത് തടഞ്ഞതിന് യുവാവിനെ ഗുരുതരമായി പരിക്കേൽപ്പിച്ച സംഭവത്തിൽ ആളൂർ സ്വദേശി അറസ്റ്റിൽ. സംസ്ഥാനത്ത് സ്വർണ്ണവില ചരിത്രത്തിലെ ഏറ്റവും വലിയ വിലയിൽ പവന് 64,560 രൂപയായി. വരന്തരപ്പള്ളി CJM AHS സ്കൂളിൽ നടന്ന സയൻസ് എക്സ്പോ ശ്രദ്ധേയമായി. കനകമല കലേടം ശ്രീ മഹാദേവ വിഷ്ണു ക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവം 26-ന് ആഘോഷിക്കുമെന്ന് ക്ഷേത്ര ഭാരവാഹികൾ കൊടകരയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.